കൈകാലുകളൊക്കെ അനങ്ങുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുവന്നാൽ നമ്മളെന്നും സന്തോഷത്തിലായിരിക്കും, എന്നും പോസിറ്റീവ് എനർജി ആയിരിക്കും. അല്ലാതെ നമ്മൾ മനസ്സിനകത്ത് പല വിദ്വേഷവും, കുറ്റബോധവും, ദുരിതവും, ദുഃഖവും ഇതൊക്കെ പേറി നടന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ മുറിക്കുക അവസാനം നമ്മൾ എക്സ്പ്ലോഡ് ആവും. എന്നിട്ട് ദേഷ്യം മറ്റുള്ളവരോട് കാണിക്കും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എന്ത് വിഷയമാണ് നമ്മുടെ മനസ്സിൽ അലട്ടുന്നത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. അത് എനിക്ക് ഗുണമാണോ ദോഷമാണോ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എനിക്ക് എന്ത് നേട്ടാണുള്ളത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ ദിവസം ഞാൻ തീർക്കാണല്ലോ. ഇന്ന് കഴിഞ്ഞ് നാളെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പിന്നെ കിട്ടില്ലല്ലോ. ഇന്ന് നമ്മൾ ദുഃഖത്തിൽ നിൽക്കുക, നാളെ അപ്പൊ നമ്മൾ ആലോചിച്ച് വെച്ചാൽ ഇന്നലെ ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച് കളഞ്ഞു, ഒരു ദിവസം പോയല്ലോ ജീവിതത്തിൽ. അങ്ങനെ ഒരു കുറ്റബോധത്തിന് എന്തിനാണ് നമ്മൾ വഴിയൊരുക്കുന്നത്? ഇന്ന് അൽഹംദുലില്ലാഹ് ഈ നിമിഷം സന്തോഷത്തോടെ കഴിയുക, പോസിറ്റീവായിട്ട് കഴിയുക. പഴയ കാര്യങ്ങളും തിരിച്ചു കിട്ടില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ അള്ളാഹുമായിട്ട് അടുക്കുമ്പോൾ നമുക്ക് ഇത്തരം ചിന്തകളിൽ നിന്ന് ഒരു മോക്ഷം കിട്ടും. എല്ലാ സ്വാതന്ത്ര്യമുള്ള നമുക്ക് മനസ്സിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉള്ള